പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. വ്യർത്ഥവാക്കുകൾക്ക് അവസാനമുണ്ടാകുമോ? അല്ല, പ്രതിവാദിപ്പാൻ നിന്നെ ചൊടിപ്പിക്കുന്നത് എന്ത്? നിങ്ങളെപ്പോലെ ഞാനും സംസാരിക്കാം. എനിക്കുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങളുടെ നേരെ മൊഴികളെ യോജിപ്പിക്കുകയും നിങ്ങളെക്കുറിച്ച് തല കുലുക്കുകയും ചെയ്യാമായിരുന്നു. ഞാൻ വായ് കൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും അധരസ്വാന്തനം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ സംസാരിച്ചാലും എൻ്റെ വേദന ശമിക്കുന്നില്ല. ഞാൻ അടങ്ങിയിരുന്നാലും എനിക്ക് എന്ത് ആശ്വാസമുള്ളൂ? ഇപ്പോഴോ അവൻ എന്നെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു. നീ എൻ്റെ ബന്ധുവർഗത്തെയൊക്കെയും ശൂന്യമാക്കിയിരിക്കുന്നു. നീ എന്നെ പിടിച്ചിരിക്കുന്നു, അത് എൻ്റെ നേരെ സാക്ഷ്യമായിരിക്കുന്നു. എൻ്റെ മെരിച്ചൽ എനിക്ക് വിരോധമായി എഴുന്നേറ്റ് എൻ്റെ മുഖത്ത് നോക്കി സാക്ഷ്യം പറയുന്നു. അവൻ കോപത്തിൽ എന്നെ കീറി ഉപദ്രവിക്കുന്നു. അവൻ എൻ്റെ നേരെ പല്ലുകടിക്കുന്നു. ശത്രു എൻ്റെ നേരെ കണ്ണു കൂർപ്പിക്കുന്നു. അവർ എൻ്റെ നേരെ വായ് പിളർക്കുന്നു. നിന്ദയോടെ അവർ എൻ്റെ ചെകിട്ടത്തടിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടുന്നു. ദൈവം എന്നെ അഭക്തൻ്റെ പക്കൽ ഏൽപ്പിക്കുന്നു. ദുഷ്ടന്മാരുടെ കയ്യിൽ എന്നെ അകപ്പെടുത്തുന്നു. ഞാൻ സ്വൈരമായി വസിച്ചിരുന്നു. അവനോ എന്നെ ചതച്ചു കളഞ്ഞു. അവൻ എന്നെ പിടരിക്കു പിടിച്ച് തകർത്ത് കളഞ്ഞു. എന്നെ തനിക്ക് ലാക്കാക്കി നിർത്തിയിരിക്കുന്നു. അവൻ്റെ അസ്ത്രങ്ങൾ എൻ്റെ ചുറ്റും വീഴുന്നു. അവൻ ആദരിക്കാതെ എൻ്റെ അന്തർഭാഗങ്ങളെ പിളർക്കുന്നു. എൻ്റെ പിത്തത്തെ നിലത്ത് ഒഴിച്ചു കളയുന്നു. അവൻ എന്നെ ഇടിച്ചിടിച്ചു തകർക്കുന്നു. മല്ലനെപ്പോലെ എൻ്റെ നേരെ പായുന്നു. ഞാൻ രട്ട് എൻ്റെ ത്വക്കിന്മേൽ കൂട്ടിത്തുന്നി എൻ്റെ കൊമ്പിനെ പൊടിയിൽ ഇട്ടിരിക്കുന്നു. കരഞ്ഞു കരഞ്ഞ് എൻ്റെ മുഖം ചുവന്നിരിക്കുന്നു. എൻ്റെ കണ്ണിന്മേൽ അന്ധതമസ് കിടക്കുന്നു. എങ്കിലും സാഹസം എൻ്റെ കൈകളിലില്ല. എൻ്റെ പ്രാർത്ഥന നിർമ്മലമത്രേ. അയ്യോ ഭൂമിയെ, എൻ്റെ രക്തം മൂടരുതേ. എൻ്റെ നിലവിളി എങ്ങും തടഞ്ഞു പോകരുതേ. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. എൻ്റെ കണ്ണോ ദൈവത്തിങ്കിലേക്ക് കണ്ണുനീർ പൊഴിക്കുന്നു. അവൻ മനുഷ്യനു വേണ്ടി ദൈവത്തോടും മനുഷ്യപുത്രനു വേണ്ടി അവൻ്റെ കൂട്ടുകാരനോടും ന്യായവാദം കഴിക്കും. ചില ആണ്ട് കഴിയുമ്പോഴേക്ക് ഞാൻ മടങ്ങി വരാത്ത പാതയ്ക്ക് പോകേണ്ടി വരുമല്ലോ. പ്രൈസ് ദി ലോർഡ്. വായിച്ച വേദഭാഗങ്ങളാൽ കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.